പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ all-in-one ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2730 എന്ന പ്രിന്ററിൽ ഇങ്ങനെ പേപ്പർ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. കനോണിൻ്റെ ഈ മോഡൽ പ്രിൻ്ററിൽ പേപ്പർ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള പേപ്പർ ആയിരിക്കണം, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് വെക്കുന്നത് എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് പോയിട്ട് കമാൻഡ് ചെയ്ത് കൊടുക്കണം. നോർമൽ കേസിൽ ഈ മോഡൽ പ്രിൻ്ററിന് റിയർ ട്രേ ആണ് വരുന്നുള്ളൂ, പിറകുവശത്താണ് ട്രേ വരുന്നത്. അവിടെ ബ്ലൂ ലിവർ ഫ്രീ ആക്കുക. നമുക്ക് ഏത് സൈസ് പേപ്പറാണോ അത് കറക്റ്റ് ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ലിവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേപ്പർ കൺഫർമേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ A4 ആണെങ്കിൽ A4, ലെറ്റർ ആണെങ്കിൽ ലെറ്റർ, 6x4 ആണെങ്കിൽ അത് ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്യണം. ഇനി പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേപ്പർ സൈസ് ചെയ്താൽ ആദ്യം കാണാൻ സാധിക്കുക. അവിടെ ഏത് സൈസാണെന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്യണം. A4 ആണോ, 6x4 ആണോ, ഏതാണ് A5 ആണോ, B5 ആണോ, ഏതാണ് വേണ്ടത് എന്നുള്ളത് കൺഫേം ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ അത് താഴെ കാണുന്ന മീഡിയ ടൈപ്പ് എന്ന് കണ്ടില്ലേ, ആ മീഡിയ ടൈപ്പിൽ ഏത് ടൈപ്പ് പേപ്പറാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റർ സെറ്റിങ്സിൽ മാറ്റി കൊടുക്കണം. സാധാരണ രീതിയിൽ പ്ലെയിൻ പേപ്പറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്ലെയിൻ പേപ്പറിന് സെലക്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ സ്റ്റുഡിയോ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഗ്ലോസി പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോട്ടോ പേപ്പർ ഗ്ലോസി എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത്ര ക്വാളിറ്റി പോരാന്നുണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഹൈ റെസൊല്യൂഷൻ എന്നുള്ള പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.